പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ 5th സെമസ്റ്ററിലെ കോളേജ് ട്രാൻസ്ഫർ, ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ആൻഡ് മേജർ ചേഞ്ച് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. 2026 ആസ്പെക്ട് മാക്കിയിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന് രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പാർട്ട് 2 വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ സംശയങ്ങൾ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ സംശയങ്ങൾക്ക് അടിസ്ഥാനത്തിൽ സെക്കൻഡ് പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ഏത് കോളേജിലുള്ളവർക്കും അപേക്ഷിക്കാം. ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എയ്ഡഡ് കോളേജിലേക്കോ ഗവൺമെന്റ് കോളേജിലേക്കോ അപേക്ഷ പറ്റുമോ എന്നുള്ളത്. അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഏത് കോട്ട വഴി അഡ്മിഷൻ എടുത്തവർക്കും അപേക്ഷിക്കാം. മാനേജ്മെന്റ് കോട്ടയിൽ വന്നവർക്കും മെറിറ്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ അഡ്മിഷൻ എടുത്തവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപേക്ഷിക്കാം. മാനേജ്മെന്റ് കോട്ടയിൽ വന്നവർക്ക് മെറിറ്റിലേക്കും, മെറിറ്റ് കോട്ടയിൽ വന്നവർക്ക് മാനേജ്മെന്റ് കോട്ടയിലേക്കൊക്കെ, ആ സീറ്റിലേക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സപ്ലി ഉള്ളവർക്ക് അപേക്ഷിക്കാമോ? സപ്ലി ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ വിത്തിൻ കോളേജ് അല്ലാതെ മറ്റു കോളേജിൽ നിന്നും കോളേജ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ ഓൺലൈനിലാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ഡേറ്റ് ആദ്യം വിത്തിൻ കോളേജിലെ മേജർ സ്വിച്ചിങ്ങിൻ്റെ ഡേറ്റ്. വിത്തിൻ കോളേജ് പറഞ്ഞാൽ സെയിം കോളേജിൽ, ഒരു കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മേജർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് ആണ് പറയുന്നത്. മേജർ ചേഞ്ച് ചെയ്യണേ എന്ത് വേണം? നമ്മൾ ഏത് മേജറിലേക്കാണോ ചേഞ്ച് ചെയ്യുന്നത് ആ മേജറിലെ സബ്ജക്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ റൂള്. ഒരു സബ്ജക്റ്റ് നമ്മൾ മൈനർ ആയിട്ടോ MDC ആയിട്ടോ പഠിച്ചിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ആ മേജർ ചേഞ്ച് സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന വീഡിയോ നാളെ വരും. ഓക്കെ, 15-ാം തീയതിയാണ് പ്രോഗ്രാം ബേസുള്ള വേക്കൻസി നിങ്ങളുടെ കോളേജിലെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ്, കോളേജ് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് 15-ാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 16-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന് അപേക്ഷ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഉദാഹരണത്തിന് BA ഇംഗ്ലീഷിൽ നിന്നും അതേ കോളേജിൽ ജേർണലിസത്തിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് മാറാൻ താല്പര്യമുണ്ട്. അതാണ് മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. BA ഇംഗ്ലീഷിൽ നിന്നും BA ജേർണലിസത്തിലേക്ക് മാറാനുള്ള അപേക്ഷ. അപ്പോൾ അതിനുള്ള അപേക്ഷ ജൂൺ 19 വരെ നൽകും. അങ്ങനെ ജൂൺ 19 വരെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നോട്ടീസ് ബോർഡിലിടും. അതിൽ നിന്നുള്ള അഡ്മിഷന് കോളേജിൽ നിന്നും, എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേജർ ചേഞ്ച് ചെയ്യാനുള്ളവർക്കുള്ള അവസരം കൊടുത്ത് 23-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും ആ റാങ്ക് ലിസ്റ്റിൻ്റെ അഡ്മിഷൻ പ്രക്രിയ നടത്തും. അത് പറഞ്ഞാൽ ആ അഡ്മിഷൻ പ്രക്രിയക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാനൊരു കോളേജിൽ BA എക്കണോമിക്സിലാണ്, എനിക്ക് ആ കോളേജിലെ BCom മാറണമെങ്കിൽ എൻ്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന്, എൻ്റെ റാങ്ക് 1ാം റാങ്കാണ്, അവിടെ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ NR ക്ലാസ്സിലേക്ക് ഇരുത്തും. അത്ര ഉള്ള അതിൻ്റെ അഡ്മിഷൻ പ്രക്രിയക്കുള്ള ഇതുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഇതുള്ളത്, സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമിലൊക്കെ ആകുമ്പോൾ 3rd സെമസ്റ്ററിൽ ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറുമ്പോൾ 3rd സെമസ്റ്ററിൽ നമ്മൾ മാറുന്ന കോഴ്സിന്റെ ഫീസ് എന്താണോ ആ ഫീസാണ് പിന്നീട് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ഷെഡ്യൂൾ ഫോർ ഇന്റർ കോളേജ് ആൻഡ് ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അക്കാദമിക് ഇയർ 2026-27. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിന്ന് എന്ത് ചെയ്യും, 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള തീയതികളിൽ സീറ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യേണ്ടതല്ല, കോളേജ് ഓഫീസ് ചെയ്യേണ്ടതാണ്. എവിടേക്ക്? യൂണിവേഴ്സിറ്റി ഒരു പോർട്ടൽ നൽകും. ആ പോർട്ടലിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓരോ കോളേജിലെയും സീറ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. ആ സീറ്റ് വേക്കൻസി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. 24-ാം തീയതി അപേക്ഷ അണിക്കുമ്പോൾ അത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ 24-ാം തീയതി മുതൽ നിങ്ങൾക്ക് അതിന് അപേക്ഷ കൊടുത്തു തുടങ്ങാം. 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെ അപേക്ഷ കൊടുക്കാം.
10 ഓപ്ഷൻ വരെ നൽകാൻ കഴിയും. 10 5 ഓപ്ഷൻ വരെ നൽകാൻ സാധിക്കും. അത് അതിൻ്റെ അപേക്ഷ വന്നാലേ പറയാൻ പറ്റൂ. 24-ാം തീയതി അപേക്ഷ ക്ഷണിക്കും. 29-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്ക് ലിസ്റ്റ് മാത്രമേ നിങ്ങളെ കയ്യിലുണ്ടാവും. സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്കായിരിക്കും അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറയും. ഫസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്കിന്റെ ബേസിലായിരിക്കും കോളേജ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുക. 29-ാം തീയതി അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും 30-ാം തീയതി മുതൽ 4-ാം തീയതി വരെ ഉള്ള തീയതികളിൽ അതിന്റെ അഡ്മിഷൻ നടക്കും. 30-ാം തീയതി മുതൽ 4-ാം തീയതി വരെയുള്ള തീയതികളിൽ അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം കോളേജിൽ നിന്ന് കോൾ വന്നു എന്ന് കരുതാം. റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒന്നിലധികം കോളേജിൽ നിന്ന് കോൾ വന്നാൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണോ താല്പര്യം അതിൽ പോകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ന് പറഞ്ഞാൽ MG, കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അപേക്ഷ കൊടുക്കേണ്ട തീയതി ജൂലൈ 6 മുതൽ ജൂലൈ 9 വരെയുള്ള തീയതികളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഇതിന് സപ്ലി ഉള്ള ആളുകൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കില്ല. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 10-ാം തീയതി പബ്ലിഷ് ചെയ്യും. 10, 11 തീയതികളിൽ ഇതിൻ്റെ അഡ്മിഷനായി സ്റ്റുഡൻസിൻ്റെ അഡ്മിഷനും അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡിങ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇതാണ് ഇതിൻ്റെ തീയതികൾ. ഓക്കെ, ബാക്കി നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക. അടുത്ത വീഡിയോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.